നമസ്കാരം. ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ വീട്ടിൽ വെച്ചു കണ്ടതിൻ്റെ വിവാദം കത്തി നിൽക്കവേ തൻ്റെ മുഖ്യ പ്രതിയോഗിയായിട്ടുള്ള കെ സുധാകരനെ കഴിഞ്ഞ ദിവസം LDF-ൻ്റെ കൺവീനർ E.P. ജയരാജൻ കാണുകയുണ്ടായി. കണ്ണൂർ തളിപ്പറമ്പിലെ ഒരു കല്യാണ വീട്ടിലാണ് ഇ.പി.യും സുധാകരനുമൊക്കെ പരസ്പരം മുഖത്തോട് മുഖം കണ്ടുമുട്ടിയത്. ചിരിച്ചു കൈകൊടുത്ത് കുശലം പറഞ്ഞാണ് ഇരുവരും പിരിഞ്ഞതുപോലും. ബി.ജെ.പിയിലേക്ക് പോകാൻ ഇ.പി. ചർച്ച നടത്തിയെന്ന സുധാകരൻ്റെ വെളിപ്പെടുത്തലോടെയാണ് ഈ വിവാദങ്ങൾ കത്തിത്തുടങ്ങുന്നത്. കെ സുധാകരൻ്റെ വെളിപ്പെടുത്തൽ E.P. ജയരാജനെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. കെ സുധാകരൻ്റെ വെളിപ്പെടുത്തൽ E.P. പിന്നീട് ശരിവെക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. നന്ദകുമാറിനൊപ്പം പ്രകാശ് ജാവ്ദേക്കറെ കണ്ട് എന്നാണ് E.P. വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ സമ്മതിച്ചത്. ഇതിനെ മുഖ്യമന്ത്രി പിന്നീട് നിശ്ചിതമായി വിമർശിച്ചു. അതിനുശേഷം പ്രതികരണത്തിന് LDF കൺവീനറായിട്ടുള്ള E.P. ജയരാജൻ തയ്യാറായിട്ടില്ല. പാർട്ടിയുടെ നടപടി E.P.ക്കെതിരെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വ്യക്തവുമാണ്. അതേസമയം ഇടതുമുന്നണി കൺവീനറായിട്ടുള്ള E.P. ജയരാജൻ ബി.ജെ.പിയുടെ നേതാവായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച നടത്തിയതിൽ CPM കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജാവ്ദേക്കറെ കണ്ടത് ജയരാജൻ മൂടിവെച്ചത് അതീവ ഗൗരവത്തോടെ CPM ചർച്ച ചെയ്യുമെന്ന് പാർട്ടി നേതാക്കളടക്കം പറയുന്നുണ്ട്. അച്ചടക്ക നടപടി എടുക്കുന്ന കാര്യമടക്കം കേന്ദ്ര കമ്മിറ്റി ആലോചിക്കുന്നു എന്നതാണ് പുതിയ സൂചനകൾ എന്ന് പറയപ്പെടുന്നത്. E.P. ജയരാജൻ നടത്തിയിട്ടുള്ള തുറന്നുപറച്ചിൽ എന്ന് പറയപ്പെടുന്നത്, ആ തുറന്നുപറച്ചിൽ CPM കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ബി.ജെ.പിയുടെ മുതിർന്ന നേതാവുമായിട്ട് വീട്ടിൽ കൂടിക്കാഴ്ച നടത്തി എന്നത് നിസ്സാരമായി തള്ളാനാവില്ല എന്നുള്ള വികാരമാണ് ഇപ്പോൾ തന്നെ നേതാക്കൾക്കുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് ചോരുന്നത്, അല്ലെങ്കിൽ അവർ അതിലേക്ക് ആ പാർട്ടി വിട്ടു പോകുന്നത് പാർട്ടി ആയുധമാക്കുമ്പോൾ ഈ ചർച്ച വൻ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ കാണുന്നത് സാധാരണമാണ്, അതിൽ അസാധാരണമൊന്നുമില്ല. എന്നാൽ ബി.ജെ.പി. നേതാവായ CPM CC അംഗത്തെ വീട്ടിൽ വന്ന് കാണുന്നത് അസാധാരണമാണ് എന്ന് പറയേണ്ടി വരില്ലേ? അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്ന ശേഷവും ജയരാജൻ എന്ന് പറയപ്പെടുന്ന E.P. ജയരാജൻ പാർട്ടിയെ ഇക്കാര്യം അറിയിച്ചില്ല എന്നുള്ളത് എന്തുകൊണ്ട്? ഇത് അറിയിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്ന നേതാവ് മൂടിവെച്ചത് പാർട്ടി വിരുദ്ധമല്ലേ? കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ജയരാജനെതിരെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞതിന് പരസ്യ ശാസനയുടെ സ്വഭാവമുണ്ട് എന്ന് പറയേണ്ടി വരില്ലേ? എന്നാൽ കൂടുതൽ കർശനമായിട്ടുള്ള നടപടി ആലോചിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ആലോചിക്കേണ്ടി വരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് CPM-ൻ്റെ മുതിർന്ന നേതാക്കളടക്കം ഇപ്പോൾ നൽകുന്നത് എന്നുള്ളതാണ്. മുമ്പ് നമുക്കറിയാമല്ലോ ബന്ധുനിയമന വിവാദം. ആ ബന്ധുനിയമന വിവാദം വരുന്നപ്പോൾ കേന്ദ്ര നേതാക്കൾ ഇടപെട്ടാണ് ഈ E.P. ജയരാജനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ളത് മറന്നു പോകരുത്. പുതിയ വിവാദത്തിൽ കേരളത്തിൽ ആലോചിച്ച ശേഷം എന്ത് നടപടി വേണമെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. E.P. ബി.ജെ.പിയുടെ പ്രലോഭനത്തിൽ വീണുവെന്ന വിലയിരുത്തൽ, അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഉയർന്നു വരുന്നുണ്ട്. ഇതോടെ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണമെന്ന് പറയപ്പെടുന്നത് ഇനി അത്രയ്ക്ക് എളുപ്പമല്ല എന്ന് പറയട്ടെ. തിരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക വിശകലനത്തിനായിട്ട് വിളിച്ചു ചേർത്തിട്ടുള്ള ആ യോഗത്തിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. ഇന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണ്. അതിൽ ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. മുഖ്യമന്ത്രി ബി.ജെ.പി. ചർച്ചയിലെ ഇടനിലക്കാരൻ മാത്രമാണ് ജയരാജൻ എന്ന ആരോപണവുമായിട്ട് പ്രതിപക്ഷം ഈ പിണറായി വിജയനിലേക്ക് മുനകൂർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദലാൽ നന്ദകുമാറുമായുള്ള ജയരാജൻ്റെ സൗഹൃദത്തെ പിണറായി വിജയൻ തള്ളിയെങ്കിലും ജാവ്ദേക്കറെ താനും കാണാറുണ്ട് എന്ന് പറഞ്ഞ ആ കൂടിക്കാഴ്ചയെ, അതായത് E.P. ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെ ലഘൂകരിച്ചു എന്നാണ് അവരുടെ വിലയിരുത്തൽ. ബി.ജെ.പിയുടെ കേരള ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറിനെ എന്തിനാണ് മുഖ്യമന്ത്രി കാണുന്നത് എന്നുകൂടി ചോദിച്ച് CPM ബി.ജെ.പി. അന്തർധാര എന്ന് പറയപ്പെടുന്ന ആക്ഷേപം അത് ഘടിപ്പിക്കുവാനുള്ള നീക്കവും ഇപ്പോൾ പ്രതിപക്ഷം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്ദകുമാറിനെ പോലുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുവാൻ, അല്ലെങ്കിൽ ആ കെണിയിൽ ചെന്ന് വീഴുവാൻ ജയരാജൻ ചാടിക്കൊടുത്തു എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ CPM-നുള്ളിൽ തന്നെ ചർച്ചയാകുന്നത്. ജയരാജൻ്റെ ദുർബലമായിട്ടുള്ള വിശദീകരണം അതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തെ വളരെ അതീവ ഗൗരവത്തോടെയാണ് ഇപ്പോൾ CPM-ൻ്റെ നേതാക്കൾ കാണുന്നത്. E.P.യെ മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ചതോടെ അദ്ദേഹം ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലുമാണ് E.P. ജയരാജൻ എന്ന് പറയേണ്ടി വരും. വിമർശനത്തിൽ നിൽക്കവേ കെ സുധാകരനെ E.P. ജയരാജൻ കാണേണ്ടി വന്ന അവസ്ഥയും, അവിടെ അവർ കുശലം പറഞ്ഞ് പിരിയേണ്ടി വന്ന അവസ്ഥയും, E.P.യെ വെട്ടിലാക്കിയ വിവാദത്തിന് തിരികൊളുത്തുന്ന കെ സുധാകരൻ്റെ വെളിപ്പെടുത്തലുകളുമൊക്കെ E.P. ജയരാജൻ എന്ന് പറഞ്ഞ LDF കൺവീനറിനെ, മുൻ മന്ത്രിയെ, CPM-ൻ്റെ തലപ്പൊക്കമുള്ള നേതാവിനെ അക്ഷരാർത്ഥത്തിൽ
കെണിയിലാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല.